സന്മനസ്സുകൾക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. കേരളത്തിലെ പുരാണങ്ങളിലെ പ്രിയപ്പെട്ട രാജാവായ മഹാബലി തിരുവോണ നാളിൽ ഭൂലോകത്തു നിന്ന് ആരോഹണം ചെയ്ത ശേഷം തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നു എന്നാണ് ഐതിഹ്യം. മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ മഹാബലി വിരോചൻ്റെ പുത്രനും പ്രഹ്ലാദൻ്റെ പൗത്രനുമായിരുന്നു. നീതിമാനും ദാനശീലനുമായ അദ്ദേഹം തൻ്റെ എല്ലാ പ്രജകളോടും ഒരുപോലെ പെരുമാറി. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് അദ്ദേഹം ഭരിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. തൃക്കാക്കരയിലാണ് ഏകവാമന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃക്കാക്കരയ്ക്കടുത്ത് പാതാളം എന്നൊരു സ്ഥലമുണ്ട്. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന ഇതിലാണ് പാതാളം എന്നൊരു സ്ഥലം അവിടെ ഉണ്ടായത്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമാണ് വാമനൻ. സപ്തർഷികളിൽ പ്രധാനിയായ കശ്യപൻ്റെയും അദിതിയുടെയും മകനാണ് വാമനൻ. നീതിമാനായ മഹാബലി ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരുന്ന വേളയിൽ വാമനൻ ഒരു മുനികുമാരൻ്റെ വേഷത്തിൽ അദ്ദേഹത്തെ സമീപിച്ച് 3 അടി സ്ഥലം തപസ് ചെയ്യുന്ന ആവശ്യത്തിനു വേണ്ടി ദാനം നൽകണമെന്ന് അപേക്ഷിച്ചു. അളന്നെടുത്തുകൊള്ളാൻ മഹാബലി അനുവദിച്ചു. പെട്ടെന്ന് വാമനൻ സ്വയം വളർന്നു തുടങ്ങി. അമ്പരചുംബിയായ ഒരു മഹാസത്വമായി തീർന്ന വാമനൻ ഭൂമി മുഴുവൻ ഒരടി കൊണ്ടും സ്വർഗലോകം മുഴുവൻ 2ാമത്തെ അടി കൊണ്ടും അളന്നെടുത്തു. 3ാമത്തെ അടിക്ക് സ്ഥലം തികയാതെ വന്നപ്പോൾ മഹാബലി സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ ഉടനെ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. ശിരസിൽ കാലുവെച്ചപ്പോൾ മഹാബലി ഒരു വരം ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ കാണുന്നതിനു വേണ്ടി വരണമെന്നായിരുന്നു ആ വരം ആവശ്യപ്പെട്ടത്. ആ വരം വാമനൻ നൽകുകയും ചെയ്തു. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും.